സ്ഥാനമൊഴിഞ്ഞ അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട LDF കൺവീനർ EP ജയരാജൻ CPM-ന്റെ സമുന്നത നേതാവ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM-ൽ ഏറ്റവും സീനിയറായ ലീഡർ. അദ്ദേഹം ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പാർട്ടി പരിപാടികളുമായി സഹകരിക്കുന്നില്ല. പാർട്ടി വേദികളിൽ അദ്ദേഹത്തെ കാണുന്നില്ല. CPM-ന്റെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ഒക്കെ തലസ്ഥാനത്ത് ഇപ്പോൾ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾക്കായി കൂടിയെങ്കിലും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും അദ്ദേഹം ഈ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. മാധ്യമങ്ങളോട് സ്ഥിരം സംസാരിക്കാറുള്ള അദ്ദേഹം മാധ്യമങ്ങളോട് മുഖം തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുതിയ LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് EP ജയരാജൻ പാർട്ടിയുമായി സഹകരിക്കണം എന്നാണ്. EP പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. EP അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്നാവർത്തിച്ച് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ന് പയ്യാമ്പലത്ത് കണ്ണൂരിൽ ചടയൻ അനുസ്മരണത്തിൽ എന്ന വളരെ പ്രധാനം, നമുക്കറിയാം ചടയൻ ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ മുൻ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിലും ഒരു വലിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പരിപാടിയാണ്. അതിൽ ചടയൻ അനുസ്മരണത്തിൽ എല്ലാ വർഷവും സാധാരണ EP ജയരാജന്റെ സാന്നിധ്യം കാണുന്നതാണ്. ഇത്തവണത്തെ ഈ ചടയൻ അനുസ്മരണത്തിൽ EP ജയരാജൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിലപാട് അദ്ദേഹം കടുപ്പിക്കുകയാണ്. പാർട്ടി പരിപാടികളിൽ അദ്ദേഹം ബഹിഷ്കരണം തുടരുന്നുണ്ട്. EP പാർട്ടിയോട് സഹകരിക്കണമെന്ന് LDF കൺവീനർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ്, ഇന്നലെയാണ് അതിന് ചെവി കൊടുക്കാതെയാണ് EP-യുടെ നീക്കം. എന്താണ് EP-യുടെ മനസ്സിലിരിപ്പ്? എന്താണ് EP പ്രതീക്ഷിക്കുന്നത്? ഈ വല്ലാത്ത അസംതൃപ്തി പാർട്ടി എങ്ങനെ പരിഹരിക്കും? അതോ പാർട്ടി EP-യെ എന്താണ് മാറ്റി നിർത്തുകയാണോ, അല്ലെങ്കിൽ EP-യെ ഗൗനിക്കാതെ ഇരിക്കുകയാണോ? BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, EP ജയരാജൻ പാർട്ടിയുമായി സഹകരിക്കാത്തത് ആദ്യമല്ല. നമുക്കറിയാം, അദ്ദേഹത്തെ നേരത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നപ്പോൾ, അദ്ദേഹത്തിന് പകരം MV ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ മാസങ്ങളോളം അദ്ദേഹം പാർട്ടി വേദികളിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സംസാരിക്കാൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല. അന്നൊക്കെ ആ അസംതൃപ്തി പരിഹരിക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു അവഗണന അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ ഒരു പരിഗണന പാർട്ടി അദ്ദേഹത്തിന് നൽകുന്നില്ല എന്നത് എന്തിന്റെ സൂചനയാണ്? രജിത്ത്, EP ജയരാജൻ ഇത്തരത്തിലുള്ള പിണക്കം, നിസ്സഹകരണം പുതുമയുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ പലപ്പോഴും അദ്ദേഹം ഇത്തരം പിണങ്ങി മാറി നിൽക്കലുകൾ നടത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിയിൽ നടക്കാതെ മുന്നോട്ട് പോയോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നു, അപ്പോഴൊക്കെ EP ഇത്തരം മാറി നിൽക്കലുകൾ നടത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഏതാണ്ട് 1.5 വർഷം മുമ്പും അദ്ദേഹം ഈ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ദീർഘനാൾ അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ മുന്നണി കൺവീനർ എന്ന ചുമതലയിൽ പാർട്ടി സെന്ററായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര കമ്മിറ്റി അംഗം ആ രീതിയിൽ പ്രവർത്തിക്കാതെ മാറി നിന്നു. പാർട്ടി സംസ്ഥാന സെന്ററായി പ്രവർത്തിക്കാൻ പാർട്ടി ഏൽപ്പിച്ച നേതാവാണ് അദ്ദേഹം. അങ്ങനെ പലതവണ മാറി നിൽക്കുന്നു. ഇപ്പോൾ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പിണക്കത്തിന് കാരണം. നേരത്തെയൊക്കെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ EP ജയരാജനെ അനുനയിപ്പിക്കാനും അദ്ദേഹത്തെ ഒപ്പം നിർത്താനും പിണറായി വിജയൻ വലിയ മുൻകൈ എടുത്തിരുന്നു. ഏത് പിണക്കത്തിലും പിണറായി വിജയന്റെ ഒരു സ്നേഹപൂർവ്വമുള്ള ശാസനയോ അദ്ദേഹത്തിന്റെ ഉപദേശമോ ഒക്കെ കേൾക്കുമ്പോൾ തിരിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ മടങ്ങി വരുന്ന EP ജയരാജനെയാണ് കേരളം നേരത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിളി പിണറായി വിജയൻ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. മാത്രമല്ല, പിണറായി വിജയൻ പോലും അത്രയധികം സുരക്ഷിതനല്ല ഇപ്പോൾ. ആ രീതിയിൽ നേരത്തെ ഉള്ളതുപോലുള്ള ഒരു സമ്പൂർണ്ണ ആധിപത്യമൊന്നും പിണറായി വിജയന് പോലും പാർട്ടിയുടെ അവകാശപ്പെടാനില്ലാത്ത അവസ്ഥയിലേക്ക് CPM കാര്യങ്ങൾ പാർട്ടിയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ശാക്തിക ചേരിയൊക്കെ അങ്ങനെ മാറുന്നു എന്ന വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് EP ഇങ്ങനെ പിണങ്ങി നിന്നാൽ എന്താകും അദ്ദേഹത്തിന്റെ ഭാവി? സ്വാഭാവികമായും അദ്ദേഹത്തിന് അടുത്ത പാർട്ടി കോൺഗ്രസിൽ കൂടി പങ്കെടുക്കുകയും കേന്ദ്ര കമ്മിറ്റി തുടരാൻ 75 വയസ്സ് അദ്ദേഹത്തിന് ആ സമയത്ത് പൂർത്തിയാകില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ടൈം കൂടി കേന്ദ്ര കമ്മിറ്റി തുടരാനുള്ള അനുമതി ലഭിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവസരം ലഭിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന EP-ക്ക് അതിനുപോലും പാർട്ടി അവസരം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. EP ജയരാജനെതിരെ പാർട്ടി സംഘടനാ നടപടി എടുത്തിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു പ്രകാശ് ജാവ്ദേക്കർ പോലുള്ള കൂടിക്കാഴ്ച നടത്തുകയും പാർട്ടി പരിപാടി വിട്ടുവെക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി CPM-ന്റെ സംഘടനാ രീതിയിൽ വലിയ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അത്തരം നടപടിയിലേക്ക് CPM പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ EP പൂർണ്ണമായും നടപടിക്ക് പുറത്തായി രക്ഷപ്പെട്ടു എന്ന് പറയാനും കഴിയില്ല. കാരണം P ജയരാജൻ എന്ന അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ പാർട്ടിക്കുള്ളിലെ എതിരാളി, അദ്ദേഹം ഓരോ അവസരവും കാത്തുനിൽക്കുകയാണ്. EP ഏത് തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കാനാകുമോ, അല്ലെങ്കിൽ EP-ക്കെതിരെ തിരിക്കാനാകുമോ പാർട്ടി എന്ന നീക്കങ്ങൾ P ജയരാജൻ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ പോലും EP-ക്കെതിരെ നടപടി റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പോലും
ഈ താൻ നേരത്തെ ഉന്നയിച്ച റിസോർട്ട് അഴിമതി ആരോപണം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അവിടെ എന്താ അന്വേഷണം എന്ന ചോദ്യവുമായി പി ജയരാജൻ EP വിടാതെ പിന്തുടരുകയാണ്. അവിടെയാണ് EP ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ലേ? അദ്ദേഹം നേരത്തെ ഏതാണ്ട് 2 വർഷം മുമ്പ് ന്യൂസ് 8 റിപ്പോർട്ട് ചെയ്തപോലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറ്റം അദ്ദേഹം ഉറപ്പിക്കുകയാണോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. EP അത്ര സുഖത്തിലല്ല പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്. ചടയൻ ദിനം വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. അവിടെ നോട്ടീസ് അടിച്ചാണ് EP ജയരാജന്റെ പേര്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ EP ജയരാജനും PK ശ്രീമതിയും ഒക്കെ. PK ശ്രീമതി തിരുവനന്തപുരത്താണ് ഇന്ന് ഉള്ളത്. അവർ തിരുവനന്തപുരത്ത് AK സെന്റർ മുന്നിൽ ചടയൻ ദിനത്തിൽ പതാക ഉയർത്തത് PK ശ്രീമതിയാണ്. പക്ഷേ ശ്രീ NP ചേക്കുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NP ചേക്കുട്ടി, ഇന്നലെയാണ് LDF കൺവീനർ, പുതിയ LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് EP പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ്, ഒപ്പം EP കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, EP പാർട്ടിയുമായി സഹകരിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇന്ന് ഈ ചടയൻ ഗോവിന്ദൻ ദിനം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ EPയുടെ പേര് ആ നോട്ടീസിൽ ഉണ്ടായിട്ട് പോലും പയ്യാമ്പലത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം മാറി നിൽക്കുകയാണ്. എന്തായിരിക്കും EPയുടെ മനസ്സിൽ എന്നാണ് താങ്കൾ കരുതുന്നത്? EPക്കുള്ള പിണക്കം അത് പരിഹരിക്കാനുള്ള ശ്രമവും പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. EP യഥാർത്ഥത്തിൽ അങ്ങേയറ്റം മുറിവേറ്റ മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. അത് CPMന്റെ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അതേക്കുറിച്ചൊരു ചർച്ച പോലും സെക്രട്ടേറിയറ്റിൽ നടത്താതെയാണ് അദ്ദേഹത്തെ ഏകപക്ഷീയമായി മാറ്റിയത്. അവരൊരു ചർച്ച ചെയ്തു എന്ന് പറയുന്നു, പക്ഷേ EP അറിയാതെയാണ് ചർച്ച നടത്തിയത്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹത്തെ BJPക്കാരും അദ്ദേഹം ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ അതേ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയ ആളുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി നിൽക്കുന്നത്. അപ്പം ആ നിലയിലൊക്കെ നോക്കിയാൽ EPയോട് എടുത്തിരിക്കുന്നത് വളരെ നീചമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപമാനകരമായിട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹത്തെ പൊസിഷൻസ് മാറ്റിയത് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ തനിക്കുള്ള എന്താ പറയുക മനപ്രയാസം അദ്ദേഹം പരസ്യമായിട്ട് കാണിക്കുന്നു. തീർച്ചയായും പാർട്ടി അണികള് അത് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു ആക്ഷൻ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണ്. ആ ഒരു പൊതുപ്രവർത്തകൻ ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളോട് ഈ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ കുറിച്ച് പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതാണ് എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അത് തിരുത്താതെ, അതിനൊരു പരിഹാരം കാണാതെ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ വീണ്ടും ശരിയായ ദിശയിലേക്ക് നയിക്കാൻ CPMന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ശ്രമവും പക്ഷെ നിർഭാഗ്യവശാൽ ആരും നടത്തുന്നില്ല. അല്ല, അതാണ് പ്രധാനം. കാരണം പാർട്ടിക്കും EP ഇത്രയധികം മാറി നിന്നിട്ടും EPയെ വിളിക്കാനോ സംസാരിക്കാനോ, നമുക്കറിയാം പിണറായി വിജയന്റെ ഒക്കെ ഏറ്റവും അടുത്ത കൂടെ നിന്നിരുന്ന ആളാണ്. പക്ഷേ EPയുടെ ആ അവഗണന ഇപ്പോഴും മുഖ്യമന്ത്രിക്കുമുണ്ട്, പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കുമുണ്ട് എന്ന് വേണ്ടേ കരുതാൻ. EP തന്റെ വഴി സ്വീകരിച്ചോട്ടെ എന്ന് നിലപാടുള്ളവർ പോലും ആ പാർട്ടിയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, അവരുടെ ആഗ്രഹം EPയെ പുറത്തു കളയണം എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല എന്നാണ് അവർ കരുതുന്നത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. MBR പോയിട്ട് എന്ത് സംഭവിച്ചു, ഗൗരിയമ്മ പോയിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അന്നൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. EMSനെ പോലുള്ള ആളുകള്, VSനെ പോലുള്ള ആളുകള്, നായനാരെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് അന്ന് ഈ പാർട്ടിയെ നയിച്ചത്. അല്ലാണ്ട് പിന്നെ പകല് CPMവും വൈകുന്നേരം പിന്നെ സംഘപരിവാരവും എന്ന പട്ടിൽ പല രണ്ട് തുണിയിൽ കാലുവെച്ച് നടക്കുന്ന ഇന്നത്തെ നേതാക്കൾ അല്ല യഥാർത്ഥത്തില് അന്നത്തെ നേതാക്കള്. സ്വാഭാവികമായിട്ടും ഇന്ന് EPയെ പോലുള്ള ഒരാളെ പുറത്തു കളയുകയും അത് ഏകപക്ഷീയമായിട്ട് പുറത്തു കളയുകയും അദ്ദേഹത്തെ അപമാനിച്ച് പുറത്തു വിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്കകത്ത് വലിയ അനുകരണങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർ കാണുന്നില്ല എന്നുള്ളത് അവർക്ക് മാറുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാം. അവർ തെറ്റായിട്ടൊരു പ്രവണതയാണ് അവർ കാണിക്കുന്നത്. നന്ദി ശ്രീ NP ചേക്കുട്ടി. ഇപ്പോൾ A വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ശബ്ദ സംപ്രേഷണം അല്ല പറയാത്ത ആള് അല്ല, നിങ്ങൾ രണ്ടും ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ? ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് നിൽക്കരുതില്ല ഞങ്ങളോട്. അല്ല ഞങ്ങളോട് ചെയ്യരുത്. അല്ല അത് ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും, വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുവെക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ മുതിർന്ന MP BJPയിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത. കേരളത്തിലുള്ള മുതിർന്ന കോൺഗ്രസ് MP BJPയിൽ ചേരാനായി ചർച്ച നടത്തി. എന്താണ് അങ്ങയുടെ? അത് അത്ഭുതകരമായ ഒരു കാര്യമല്ല.
കേരളത്തിലെ പിന്നെ BJP-യിലേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണതിന്റെ പിന്നെ പത്മജ BJP ചേർന്നില്ലേ? പൂരം കലക്കിയ കേസല്ലേ ഇവർക്കുള്ളൂ. പത്മജ അപ്പൊ BJP ചേർന്നില്ലേ? തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ? കരുണാകരന്റെ തൃശ്ശൂരിലെ വീട്ടില് RSS കയറിയില്ലേ? അതാണ് എ വിജയരാഘവൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എ വിജയരാഘവൻ കൂടി പങ്കെടുത്ത CPM-ന്റെ പ്രമുഖ നേതാവ് വിജയരാഘവൻ കൂടി പങ്കെടുത്ത പയ്യാമ്പലത്തെ ആ പരിപാടിയിൽ നിന്നാണ് EP ജയരാജൻ വിട്ടുനിന്നത്. അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഏത് വിഷയത്തെയും പാർട്ടി ഗൗരവത്തോടെ കാണുമെന്നും എ വിജയരാഘവൻ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പാർട്ടിക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അരുണ്, EP പാർട്ടിയുമായി തെറ്റി എന്ന് കരുതാം, പക്ഷേ EP-യോട് പാർട്ടി ഇടയാൻ പലവിധ കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ BJP നേതാവ് വീട്ടിൽ വന്ന് സന്ദർശിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം അതിനുശേഷമുണ്ടായ പ്രസ്താവന പ്രധാനമാണ്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുണ്ട്. നേരത്തെ തന്നെ മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹം ഉണ്ടാക്കിയ നിരവധി വിവാദങ്ങളുണ്ട്. അനവസരത്തിലുള്ള പ്രസ്താവനകളുണ്ട്. ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിന് ദഹിക്കാത്ത അദ്ദേഹത്തിന് ചില ന്യായവാദങ്ങളുണ്ട്. അങ്ങനെ എപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവായി, നാക്കുപിഴ കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ മാറുന്ന ഒരു നേതാവിനെ ഒരുപാട് കാലം പാർട്ടി യാത്രത്തിൽ സഹിച്ചു കൊണ്ടു നടന്നു. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട LDF കൺവീനർ എന്ന സ്ഥാനം നൽകി. അതിലും തൃപ്തരാകാതെയാണ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പലവിധ പരാമർശങ്ങൾ നടത്തുകയും പലവിധ ഈ പറഞ്ഞതുപോലെ ശിവനൊപ്പം പാപി ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് മുഖ്യമന്ത്രിയെ പോലും പറയിപ്പിച്ച കൂട്ടുകെട്ടുകളിലെ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയുള്ളൊരു EP-യെ ഇനി എന്തിന് പാർട്ടി ചുമക്കണം എന്നുള്ളൊരു വികാരം കൂടി പൊതുവെ നേതാക്കൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അത്ര പെട്ടെന്ന് CPM-നെ ഒഴിവാക്കാൻ പറ്റുന്ന നേതാവല്ല EP ജയരാജൻ. കാരണം അദ്ദേഹത്തിന്റെ സംഘടനാ പാരമ്പര്യം, അദ്ദേഹം DYFയുടെ ആദ്യ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. കണ്ണൂരിൽ അത്രയധികം ശക്തരായ നേതാവാണ്. പാർട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അത് വിഭാഗീയതയുടെ കാലത്താകട്ടെ അല്ലെങ്കിൽ MV രാഘവൻ പോയ കണ്ണൂർ ആ സമയത്താകട്ടെ, അപ്പോഴൊക്കെ അടിയുറച്ച പിണറായിക്കൊപ്പവും പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നയാളാണ്. വിഭാഗീയത കാലത്ത് VS എതിർചേരിയിലേക്ക്, അതായത് VS-നൊപ്പം നിന്ന ആളുകളെ പിണറായിക്കൊപ്പം കൊണ്ടുവരാൻ ആ രീതിയിൽ അത്യധ്വാനം ചെയ്തയാളാണ്. സംസ്ഥാനമൊട്ടാകെ ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞാൽ ചില നേതാക്കൾ പറയുന്ന പ്രകാരം, അതായത് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ പോയാൽ പോലും സംസ്ഥാനത്തൊട്ടാകെ ഏത് കമ്മിറ്റിയിൽ പോയാലും അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അംഗങ്ങളെയോ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് വിളിക്കാൻ കഴിയുന്ന അപൂർവ നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ. അത് പിണറായി വിജയൻ അത്തരമൊരു സംഘടനാ തരത്തിലുള്ള അത്തരമൊരു പരിചയം സംസ്ഥാന വ്യാപകമായി എല്ലാ പേരോടും ആ വ്യക്തിബന്ധമില്ല. അത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള നേതാവ് EP ജയരാജനാണ്. അങ്ങനെ ഒരുപാട് പാർട്ടിയിൽ അത്രയധികം അടിവേരുകളുള്ള, അത്രയധികം ഉറച്ച ബന്ധങ്ങളുള്ള ആളാണ് EP ജയരാജൻ. അത്ര എളുപ്പം EP-യെ എങ്ങനെ നടപടിയെടുത്ത് പുറത്താക്കാനൊന്നും CPM തയ്യാറാകില്ല. പക്ഷേ അദ്ദേഹം ഈ രീതി തുടർന്നാൽ, ഇவ்விதം പിണക്കം തുടർന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വീഴ്ച വരുത്തിയാൽ, നമുക്കറിയാം ഈ EP-യെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയപ്പോൾ തന്നെ നേതാക്കൾ പറയുന്നത്, MV ഗോവിന്ദനും പിന്നീട് TP രാമകൃഷ്ണൻ നമ്മോടും ഒക്കെ പറഞ്ഞത് EP ജയരാജനെ മാറ്റിയതല്ല, അദ്ദേഹം ഒഴിഞ്ഞതാണ്. അത് അങ്ങനെ പോലും പറയാം. CPM അവരൊരു സൗമനസ്യം കാണിക്കുന്നു EP-യുടെ കാര്യത്തിൽ. മാത്രമല്ല EP ജയരാജനെ മാറ്റിയത് പ്രകാശ് ജാവദേക്കറുടെ കൂടിക്കാഴ്ചയുടെ പേരിലാണെന്നല്ല CPM ഔദ്യോഗികമായി പറയുന്നത്. പകരം അദ്ദേഹത്തിന്റെ ചില ചുമതലകളിൽ ചില ക്രമീകരണങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ അദ്ദേഹത്തിന് ആ രീതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. മുന്നണി കൺവീനർ സ്ഥാനത്ത് അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറി അദ്ദേഹം ഇതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പാർട്ടി സെന്ററായി പ്രവർത്തിക്കേണ്ട, AK സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട നേതാവാണ്. അത്തരം ഒരാൾ ഇങ്ങനെ നിരന്തരം വിട്ടുനിന്നാൽ നേരത്തേക്കുണ്ടായ സംരക്ഷണം അദ്ദേഹത്തിന് CPM നൽകില്ല എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും നമ്മളതാണ് പ്രതീക്ഷിക്കേണ്ട സാഹചര്യം. ശ്രീ എ സജീവൻ, EP-യുടെ പിണക്കം നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ആദ്യമല്ല. EP പല വിധത്തിൽ പാർട്ടിയോട് പിണങ്ങിയിട്ടുണ്ട്. പാർട്ടി അതൊക്കെ മറന്ന് EP-യെ പാർട്ടിയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കടുക്കുന്നുണ്ടോ? കാരണം കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒരു പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് EP-ക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഇന്നിപ്പോൾ പയ്യാമ്പലത്തെ പരിപാടിയിൽ ചടങ്ങ് അനുസ്മരണത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് EP. തീർച്ചയായിട്ടും EP കുറച്ചു കാലമായിട്ട് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാരണം നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, താൻ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടും തന്നെ മറികടന്നുകൊണ്ട് MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നു, പാർട്ടിയുടെ PB മെമ്പർ സ്ഥാനം കൊടുക്കുന്നു.
അത് PVM പ്രാവർത്തിക്കുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമാണ് MP ഗോവിന്ദൻ. അങ്ങനെയുള്ള ഒരാളെ PVM ആക്കുന്നു. ആ സമയത്ത് ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പൊ തന്നെ ബോധപൂർവം തഴയുകയാണ് എന്നുള്ള ആരോപണം EP ജയരാജനുണ്ട്. അത് പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനായിട്ടുള്ള അതിന് കഴിവുള്ള പാർട്ടിയെ നയിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സീനിയർ ജൂനിയർ എന്നുള്ള പരിഗണന പലപ്പോഴും ഉണ്ടായെന്ന് വരില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു പാർട്ടി പ്രവർത്തകന്റെയും നേതാവിന്റെയും ഒക്കെ കടമയാണ്. പാർട്ടി ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അംഗീകരിക്കില്ല എന്ന നിലയിലാണ് അദ്ദേഹം പിന്നീട് ഓരോ ഘട്ടങ്ങളിലും എടുത്തുള്ള നിലപാട്. തനിക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് പകരം തനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിയോട് കെറുവിക്കുക എന്ന് പറയുന്ന കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും നമുക്കറിയാം പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് അദ്ദേഹം സംസാരിച്ച കാര്യം, തന്നെ വന്ന കണ്ട കാര്യം, ഒരു പാർട്ടി നേതാവ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആവണമെന്നില്ല, ഒരു പാർട്ടി നേതാവ് സ്വാഭാവികമായിട്ട് പാർട്ടിയെ അറിയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കടമയാണ്. അങ്ങനെ ചെയ്യേണ്ടത്. കാരണം എന്നെ വന്ന് ശത്രുപാളയത്തിലുള്ള ഒരാൾ എന്നെ വന്ന് കണ്ടിരിക്കുന്നു, വീട്ടിൽ വന്ന് കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയണം. ഞങ്ങൾ കാര്യമായിട്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അത് പാർട്ടി അദ്ദേഹം അറിയിച്ചില്ല. അറിയിക്കാതിട്ടത് പാർട്ടിയിൽ നിന്ന് ഗോപ്യമായിട്ട് വെക്കുന്ന ഒരു നടപടിയായിട്ട് തന്നെയാണ്. ശ്രീ സജീവൻ, നമ്മൾ ഈ സമീപകാലത്തെ ഈ CPM നേതാക്കളുടെ അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്നവരുടെ പല ആളുകളുടെയും ഈ RSS ബന്ധങ്ങളും പല കൂടിക്കാഴ്ചകളുടെയും ഒക്കെ വിവരങ്ങൾ പിന്നീടാണ് പുറത്തു വരുന്നത്. അതിന്റെ ചില ഇടനിലക്കാരായി ഇവരൊക്കെ വർത്തിക്കുന്നു എന്ന ആരോപണമൊക്കെ അതിനുശേഷം ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ EP കണ്ടു എന്നത് പാർട്ടിയെ അറിയിച്ചില്ല അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ അടുത്ത കാലത്ത് ADGP RSS നേതാവിനെ കാണുന്നു. മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതിരുന്നതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. അല്ല, ADGP RSS നേതാവിനെ കാണുക എന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് ADGP പാർട്ടിയുടെ ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. അതേപോലെയല്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാനത്തെ BJPയുടെ പ്രഭാരിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയിൽ അറിയിക്കേണ്ടത്. അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കവും പാർട്ടിയുടെ രീതിയും അതാണ്, സംഘടനാ രീതിയും അതാണ്. അത് EP ജയരാജൻ ചെയ്തില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉണ്ടാൽ ശരിയായിരിക്കും തെറ്റായിരിക്കും അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കുള്ളത് ഒരു പാർട്ടിയുടെ നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാള് ഈ BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു ഉയർന്ന നേതാവിനെ കാണുന്നു. അദ്ദേഹത്തിന് കേരളത്തിന്റെ ചുമതലയുള്ള ആളാണ്, കേരളത്തിലെ BJP വളർത്താൻ ചുമതലപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ കാണുമ്പോൾ അത് എന്തിനെ കണ്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പൊ ADGP കണ്ടത് അറിയിച്ചില്ലെങ്കിൽ പോലും പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമല്ല. അത് മുഖ്യമന്ത്രിയും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വരേണ്ടതാണ്. ഇത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള പ്രശ്നമാണ്. എന്നിട്ട് പോലും അങ്ങ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ നടപടി എന്ന് പറയുന്നത് LDF-ന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റലല്ല. അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. വിശദീകരണം ചോദിക്കാം, സെൻസർ ചെയ്യാം, തരം താഴ്ത്താം, പാർട്ടിയെ സസ്പെൻഡ് ചെയ്യാം, അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടങ്ങൾ, തീവ്രത അനുസരിച്ച് ഓരോരോ ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടികൾ എന്തെങ്കിലും എടുക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല. എന്നിട്ട് പോലും അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിന്റെ പേരിൽ കൃപിക്കും. അദ്ദേഹം കുറെ കാലമായിട്ട് LDF കൺവീനറാണ്. അപ്പൊ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പാർട്ടിയുമായി ഏറ്റുമുട്ടുക എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തതിന്റെ തെളിവാണ് പാർട്ടി അദ്ദേഹത്തിനെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റാനെടുത്ത തീരുമാനത്തിന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വന്ന സംസ്ഥാന സമിതി, ആ സമിതിയിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു. അവിടെ അതിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല, വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓരോരോ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്തിടത്തോളം EP ജയരാജന്റെ നിലപാട് എന്ന് പറയുന്നത് പാർട്ടിയുമായി ഏറ്റുമുട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദി ശ്രീ എസ് സജീവൻ, താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും EP ജയരാജൻ പാർട്ടി പരിപാടികളിലെ ബഹിഷ്കരണം തുടരുന്നു. പലവിധ അനുനയ ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും പുതിയ LDF കൺവീനർ പോലും EP പാർട്ടിയോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും പയ്യാമ്പലത്ത് നടന്ന പാർട്ടിയുടെ വളരെ നിർണായകമായ പരിപാടി ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നോട്ടീസിൽ പേരുണ്ടായിട്ടും EP പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായത്.